കസ്റ്റഡിയിലെടുക്കുന്ന വ്യക്തിയെ പോലീസ് സ്റ്റേഷനിൽ ശാരീരിക പീഡനത്തിന് ഇരയാക്കുന്നത് പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി കാണാനാകില്ലെന്ന് ഹൈക്കോടതി. ഇത്തരം സംഭവങ്ങളിൽ പോലീസിന് നിയമത്തിന്റെ സംരക്ഷണം ആവശ്യപ്പെടാനാവില്ല. തനിക്കെതിരെയുള്ള കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ SI സമർപ്പിച്ച ഹർജി തള്ളിയാണ് കോടതി നിരീക്ഷണം. 2008 സ്ത്രീയെ ആക്ഷേപിച്ചെന്ന പരാതിയിൽ അനീഷ് കുമാർ എന്നയാളെ നിലമ്പൂർ SI C അലവി പോലീസ് സ്റ്റേഷനിൽ വെച്ച് അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. ഇതേ സ്റ്റേഷനിലെ വനിതാ പോലീസ് കോൺസ്റ്റബിളായ അനീഷിന്റെ സഹോദരി ഇടപെടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് മജിസ്ട്രേറ്റിന് അനീഷ് നൽകിയ പരാതിയിൽ SIക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടു. ഇതിനെതിരെയാണ് SI ഹൈക്കോടതിയെ സമീപിച്ചത്. കസ്റ്റഡിയിലെടുത്തയാളെ മർദ്ദിച്ച കേസിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ക്രിമിനൽ നടപടി ചട്ടത്തിന്റെ സെക്ഷൻ 197 പ്രകാരം പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെടാൻ കഴിയില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ശാരീരികമായി പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന പ്രവർത്തികൾക്ക് നിയമത്തിന്റെ സംരക്ഷണം അവകാശപ്പെടാനാകില്ലെന്ന് ജസ്റ്റിസ് K. ബാബു വ്യക്തമാക്കി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 294B, 323, 324, 341 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് SIക്കെതിരെ കേസെടുത്തത്. പൊതുക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനായി കേരള സർക്കാർ 1977 പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിന്റെ ആനുകൂല്യവും കുറ്റാരോപിതനായ പോലീസുകാരന് നൽകാനാകില്ലെന്നും വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ഹർജി തള്ളിയത്. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.